ഇവിടെ ആറന്മുളയിലെ ആ ഒരു ആവേശം ഒരു 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 വലിയ ആവേശം തന്നെയാണ്. എല്ലാ ആളുകൾക്കുമുള്ള ഒരു ആനന്ദം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. അത്രത്തോളം മനോഹരമാണ്. ഇവിടെ ഇപ്പോൾ ചെന്നിത്തല പള്ളിയോടമാണ് വന്നിട്ടുള്ളത്. ഏറ്റവും ദൂരത്തു നിന്നുള്ള പള്ളിയോടമാണ് ചെന്നിത്തല പള്ളിയോടം. ആ പള്ളിയോടം അലങ്കരിച്ചിരിക്കുന്നതും അത്രമാത്രം ഭംഗിയിലാണ്. ഓരോ ആളുകളും അത്യന്തം ആവേശത്തോടെ തന്നെയാണ് ചെന്നിത്തല പള്ളിയോടത്തെ സ്വീകരിച്ചതും. എന്തായാലും ആറന്മുളയിൽ ഇപ്പോൾ ഒരു വലിയ ആരവം തന്നെയാണ് ഉള്ളത്. ചെന്നിത്തല പള്ളിയോടം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഭംഗി ഒന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. ഇവിടെ ചെന്നിത്തല പള്ളിയോടത്തിന്റെ ആളുകളുണ്ട്. നമുക്ക് അവരോട് തന്നെ അതിന്റെ വിശദാംശങ്ങൾ ചോദിക്കാം. ചേട്ടാ, ചെന്നിത്തല പള്ളിയോടം വന്ന് അടിപൊളിയായിട്ട് നിൽക്കുവാണ്. ആ ഭംഗി കാണാൻ തന്നെ ഒരു രക്ഷയില്ല. എന്താണ് ചെന്നിത്തല പള്ളിയോടം? ഏതാണ്ട് 3 നദികൾ താണ്ടി ഏറ്റവും കൂടുതൽ ദൂരത്ത് നിന്ന് തിരുവാറന്മുളയപ്പ ദർശനം നടത്തുന്ന പള്ളിയോടമാണ്. ഏതാണ്ട് 130 വർഷക്കാലമായി ദർശനം നടത്തുന്ന ഭഗവാന്റെ ഇഷ്ട പള്ളിയോടമാണ് ചെന്നിത്തല പള്ളിയോടം. ഏറ്റവും പ്രാധാന്യമുള്ളത് തിരുവാറന്മുളയപ്പൻ്റെ ജന്മദിനമായ ഉത്രട്ടാതി ദിവസം ചെന്നിത്തല പള്ളിയോടത്തിന് മാത്രമാണ് തിരുവാറന്മുളയിൽ വള്ളസദ്യയുള്ളത്. അത് വർഷങ്ങളായിട്ട് തന്നെ നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അഹങ്കാരം കൂടിയിട്ടാണ് അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങളുടെ വ്യക്തിപരമായ ഒരു അഹങ്കാരം. എങ്കിൽ തന്നെയും ഭഗവാന്റെ വലിയൊരു അനുഗ്രഹം കിട്ടിയൊരു പള്ളിയോടമാണ്. കാരണം കഴിഞ്ഞ 130 വർഷക്കാലമായിട്ട് ഞങ്ങളുടെ പൂർവികന്മാർ ഞങ്ങൾക്ക് തെളിയിച്ചു തന്ന മാർഗദീപത്തിലൂടെ ഞങ്ങൾ ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ശരി, നമുക്കൊരു ആർപ്പ വിളിച്ചാലോ? നിങ്ങളുടെ വള്ളത്തിന്റെ ഭംഗി അടിപൊളിയായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു ആർപ്പ വിളിച്ചാലോ? ആർപ്പല്ല, ഗോവിന്ദയാണ്. ആർപ്പ അല്ല, ആര്യ ഗോവിന്ദയാണ്. അപ്പൊ നമ്മളൊരു അടിപൊളി ഗോവിന്ദ വിളിക്കാൻ പോവാണ്. സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. അപ്പൊ അടിപൊളിയായിട്ടുണ്ട് ഗോവിന്ദ. നമുക്കും സന്തോഷം.